1,00,000 പാസ്സായി എന്നാണ് ഞാൻ കേട്ടത്. 1,00,000 കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് കലക്കി പറയാൻ തയ്യില്ല സിമെന്റ്. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതികരിച്ച് നാട്ടുകാർ. മഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട 22-ാം മൈൽ മുള്ളമ്പാറ റോഡ് മാസങ്ങളായി തകർന്നു കിടക്കുന്നു. നഗരസഭാ വാർഡ് 31, 35, 36 എന്നീ വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. നിരവധി വാഹനങ്ങളും യാത്രക്കാരും നിത്യേന പോകുന്ന റോഡ് തകർന്നു കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരും യാത്രക്കാരും പറയുന്നത്. നമ്മൾ റോഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡ് വളരെ കുണ്ടും കുഴിയായിട്ട് ഇവിടെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ഉണ്ട്. അങ്ങോട്ട് പോണ രോഗികൾക്ക് നടന്നു പോകാൻ ആൾക്കാർക്ക് കഴിയണില്ല. കൂടുതൽ ബുദ്ധിമുട്ടാണ് ചുരുക്കി പറഞ്ഞാൽ. ഇപ്പൊ ഇന്നലെ ഒരു ഫാമിലി അവിടെ വീണു, കുഴി വീണിട്ട്. എന്നിട്ട് അതിന്റെ കാലുമലൊക്കെ മുറിയായി. നിസ്സാര കാര്യമാണ്. 1,00,000 പാസ്സായി എന്നാണ് ഞാൻ കേട്ടത്. 1,00,000 കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് കലക്കി പറയാൻ തയ്യില്ല സിമെന്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ടാണ് ഈ റോഡ് ശരിയാക്കുക. അതാണ് അത്ര നമുക്ക് പറയാനുള്ളൂ. ഇവർ വോട്ടിന്റെ സമയത്ത് വരും, എന്നിട്ട് അതൊന്ന് ശരിയാക്കാം, അങ്ങനെ ആക്കാന്ന് പോയിട്ട് ഒരു കോറി വേസ്റ്റും കൂടി ഇട്ടില്ല. അപ്പൊ മഴ പെയ്തു. മഴ പെയ്യണ വരെ ഒരു കാത്തുന്നു. ഇപ്പൊ മഴയാണ്, മഴ തീരട്ടായിരുന്നു. മഴ പെയ്യുന്നതിന്റെ മുന്നേ അവരെവിടെയായിരുന്നു. അപ്പൊ അതാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ റോഡ് ശരിയാക്കി എടുക്കുക. ജില്ലാ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് പോകാനും നിരവധി ആളുകൾ പ്രസ്തുത റോഡാണ് ഉപയോഗിക്കുന്നത്. 31, 35, 36 വാർഡ് മുക്കൂട്ട് വാർഡിന്റെ ഒരു ജംഗ്ഷനാണിത്. ഏറ്റവും ആളുകൾ ടൗൺ ടച്ച് ചെയ്യാതെ പട്ടുകുളം ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഈ മുള്ളമ്പാറ 22-ാം മൈൽസ് റോഡിന്റെ ഈ ആദ്യ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ആശുപത്രി നീലിപറമ്പിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ആശുപത്രിയിലേക്കും നിരവധി രോഗികൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളമായി ഈ റോഡിൻ്റെ ദുരവസ്ഥ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. അധികാരികളുമായും കൗൺസിലർമാരുമായും നാട്ടുകാരായ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം ശരിയാക്കാം, അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന് പറയുകയല്ലാതെ പദ്ധതിയിൽ വെക്കുകയോ അതിന് തുടർ പരിഹാര മാർഗങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും യാത്രാ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഈ നാട്ടുകാരെന്നുള്ള രീതിയിലും ഈ റോഡിൻ്റെ ഒരു ഉപഭോക്താവ് എന്ന രീതിയിലും എനിക്ക് പറയാനുള്ളത്. ഈ 3 വാർഡുകളിലും പ്രതിപക്ഷ കൗൺസിലർമാരാണ് പ്രതിദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിരുത്തരവാദമായ പ്രവർത്തനം ഇതിന് ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ഇത്തരം ദയനീയ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ഈ കൗൺസിലർമാർ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു സംയുക്തമായി ഫണ്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുള്ളൂ. പക്ഷേ അവർ ഇതിന് വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നില്ല എന്നുള്ള ഇതിൻ്റെ തെളിവാണ് ഈ റോഡിൻ്റെ ഈ ദുരവസ്ഥ. നഗരസഭാ റോഡ് നന്നാക്കാനായി 1,00,000 രൂപ മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നതെന്നും 5 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിലേ തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനും കഴിയുകയുള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് മൂലം സ്ഥിരമായി തകരുന്ന റോഡ് ശാസ്ത്രീയമായി പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പൊ ഇവിടെ ഒരു വർക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് ഈ റോഡ് ഉയർത്തണം. അതായത് ഏകദേശം ഒരു 1.5 അടിയോളം ഉയർത്തിയിട്ട് ഈ ഓവുചാല്, ഇവിടെ ഒരു ഓവുചാല് വരുന്നുണ്ട്. മഴക്കാലമായാലും ഉറവയും മറ്റു കാര്യങ്ങളൊക്കെ പൊട്ടിയൊലിക്കുന്ന ഒരു ഏരിയ ആണ്. ആ കോറിയിൽ നിന്ന് നമ്മളെ കോപ്പറേറ്റീവ് കോളേജിന്റെ ബാക്കിലുള്ള കോറിയൊക്കെ നിറഞ്ഞിട്ട് വെള്ളം ഒഴുകി ഈ റോഡിലേക്കാണ് മൊത്തം വരുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഓവുചാല് ഫസ്റ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ റോഡ് പൊന്തിക്കണം. എന്നിട്ട് കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇന്റർലോക്കോ പതിച്ചാൽ ഇതിന് ശാശ്വതമായിട്ട് പരിഹാരം കാണും. അല്ല വെറുതെ വന്നിട്ട് എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞാൽ പിന്നെ പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയിലെത്തും. നടന്നു പോകുന്ന യാത്രക്കാർക്ക് യാത്ര നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലത്തെ ഓട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ. എന്തെങ്കിലും വർഷം പോയി പണിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യം ഈ റോഡിൻ്റെ അരിയായ 22 മൈൽ മുള്ളമ്പാറ റോഡ് വർഷങ്ങളായിട്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കൗൺസിലർമാർ ഒരാളും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ജനങ്ങൾ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മലപ്പുറം ലൈവ് വോയിസ്, മഞ്ചേരി.